മലയാളികൾക്കിടയിൽ ഏറെയൊന്നും കൊട്ടിഘോഷിക്കപ്പെടാതെ പോയ ഒരു സംഗീത ജീവിതത്തിന്റെ ഉടമയാണിത്. ഇന്നലകളിൽ നാടക സിനിമാ ലോകത്ത് ഏറെ തിളങ്ങിയ ആളായിരുന്നു ഇദ്ദേഹവും. മലയാളത്തിന്റെ സുഗന്ധം പുരണ്ട ഒരുപാട് ഗാനങ്ങൾക്ക് സ്വരമധുരം പകർന്ന ഒരു പാട്ടുകാരൻ. ഗായകൻ എന്ന നിലയിൽ മാത്രമല്ല, സംഗീത സംവിധായകൻ എന്ന നിലയിലും പ്രതിഭ അറിയിച്ച കലാകാരൻ. കൈരളിക്ക് അത്രമേൽ ഇഷ്ടമുണ്ടായിരുന്ന ഒരാൾ. പക്ഷേ ഇന്നലകളിലും ഇന്നും ഐരൂർ സദാശിവൻ താരപ്രഭയുള്ള ഒരാളെയല്ല. എന്നും എപ്പോഴും വ്യത്യസ്തനാണ് ഈ മനുഷ്യൻ. പ്രശസ്തിയുടെ മേലാപ്പുകളൊന്നും അണിയാൻ ഇഷ്ടപ്പെടാത്ത സംഗീതത്തെ പ്രണയിക്കുന്ന ഒരു പാവം പാട്ടുകാരൻ. 7ാമത്തെ വയസ്സിൽ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി. അത് എൻ്റെ വീട്ടിലുള്ളവർ തന്നെയാണ് ഇതെല്ലാം പാടിത്തരുന്നത്. അവരൊക്കെ ഇരുന്ന് പാടും, പിടിച്ചിരുത്തി പാടിക്കത്തില്ല, അവരൊക്കെ ഇരുന്ന് പാടും. ഞാനത് കേട്ട് ഇങ്ങനെ മുറ്റത്തൂടൊക്കെ ഓടി കളിക്കുന്ന സമയത്തും ഇതൊക്കെ കേട്ട് പഠിച്ചു. പിന്നീട് എനിക്ക് ഒരു ഗുരു വന്നത് ആണ്ടിപ്പിള്ള ഭാഗവതർ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഐരൂർ വന്ന് താമസിച്ചു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ആദ്യമായി സംഗീതം ഒരു സ്ഥാനീയനായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി. അതുപോലെ സകല കലകളിലും നാദസ്വരം, തകില്, മൃദംഗം ഇതെല്ലാം മറ്റാരും കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു. താനറിഞ്ഞ സംഗീതത്തെ വീടിന്റെ 4 അതിരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്താനല്ല, തന്റെ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് പിന്നെ സദാശിവൻ ശ്രമിച്ചത്. പാട്ടുകൾ പാടിയും സംഗീതോപകരണങ്ങളിൽ സ്വരവിന്യാസങ്ങൾ തീർത്തും കൊച്ചു കലാകാരൻ ജന്മനാടിന്റെ മനസ്സ് സ്വന്തമാക്കി വളർന്നു. വീട് വിട്ടും നാടുവിട്ടും സംഗീതത്തെ കൂടുതൽ അറിയാനുള്ള യാത്രയായിരുന്നു പിന്നീട്. പ്രതിഭാശാലികളായ ഗുരുക്കന്മാർക്ക് മുന്നിലേക്കായിരുന്നു ആ യാത്ര. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അന്ന് ഈ അമച്ചർ നാടകങ്ങളിൽ ഞാൻ സംഗീതം സംവിധാനം ചെയ്യുകയും പാടുകയും ചെയ്യുന്നുണ്ട്. അന്ന് ധാരാളം നാടകങ്ങൾ, ഓരോരോ സമിതികളുണ്ടാക്കി ക്ലബ്ബുകൾ, ധാരാളം നാടകങ്ങൾ അവിടെ നടക്കുമായിരുന്നു. നമ്മുടെ ഐരൂർ സ്ഥലത്തും മറ്റ് പരിസര പ്രദേശങ്ങളിലൊക്കെ നാടകങ്ങളന്ന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അന്ന് ഇതുപോലെ ഓരോ നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എന്നെ വിളിക്കും, പാടാനും വിളിക്കും, അതിനകത്ത് സംഗീതം ചെയ്യുവാനും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് വീണ്ടും ഞാൻ തിരുവനന്തപുരത്ത് SSLC പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് പാസ്സായി ഞാൻ തിരുവനന്തപുരത്ത് വീണ്ടും സംഗീതം അഭ്യസിക്കാൻ പോയി, KS കുട്ടവും ഫാദറുടെ കീഴിൽ. അവിടെ വെച്ചാണ് ഈ ഓപ്പറ ഹൗസിൽ ചേർന്നതും ദക്ഷിണാമൂർത്തിയുടെ കീഴിൽ സംഗീതം പഠിക്കാൻ അവസരമുണ്ടായതും. അന്ന് ധാരാളം ഗാനമേളകൾ അന്ന് കിട്ടുമായിരുന്നു. അന്ന് പാടിക്കൊണ്ടിരുന്ന പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റാഫിയുടെ പാട്ടുകളൊക്കെ ആയിരുന്നു. ഇന്നത്തെ പോലെ നമുക്ക് ധാരാളം മലയാളം പാട്ടുകൾ അന്ന് ഇല്ലാത്ത അവസരമായിരുന്നു. അത് അന്ന് എനിക്ക് ചെറുപ്പത്തിൽ കൊച്ചിലെ ഈ ഫീമെയിൽ വോയിസ് ആയിരുന്നു. ആ സമയത്തും ലതാ മങ്കേഷ്കറിൻ്റെയും മുഹമ്മദ് റാഫിയുടെയും ഒക്കെ പാട്ടായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ധാരാളം പാട്ടുകൾ അന്ന് പാടാൻ ഇല്ലായിരുന്നു. പിന്നീട് പാട്ടുകൾ വന്നത് KPSCയുടെ നാടകങ്ങളിലെ ദേവരാജൻ മാസ്റ്റർ സംഗീതം ചെയ്ത പാട്ടുകളാണ്. ഇതൊക്കെ ഒരുപാട് സ്റ്റേജുകളിൽ അന്നത്തെ പാട്ടുകളൊക്കെ ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ പാടിയിട്ടുണ്ട്. പ്രഗത്ഭരും പ്രശസ്തരും അണിനിരക്കുന്ന KPSC എന്ന നാടക കമ്പനിയിൽ എത്തുന്നതോടെയാണ് ഐരൂർ സദാശിവനെ കൂടുതൽ ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നത്. KPSCയുടെ അരങ്ങിൽ പാടിത്തെളിഞ്ഞ ശബ്ദത്തിന് വൈകാതെ സിനിമയിലേക്കും പ്രവേശനം കിട്ടി. മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ അനുഗ്രഹം തൊട്ട പാട്ടിന് ശബ്ദം നൽകിയാണ് സിനിമയിലേക്കുള്ള തുടക്കം. സിനിമ ആസ്വാദകരും നിറകൈകളോടെയാണ് പുതിയ ഗായകനെ വരവേറ്റത്. ഞാൻ KPSCയിൽ പാടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിന്ന് MK അർജുന മാഷാണ് അതിൻ്റെ സംഗീതം, KPSCയുടെ ഒരു നാടകത്തിൻ്റെ ആ സംഗീതം അദ്ദേഹം ചെയ്തതിൻ്റെ അവതരണ ഗാനം ചെയ്തത് ദേവരാജൻ മാഷായിരുന്നു. അപ്പം ദേവരാജൻ മാഷ് KPSCയിൽ വർക്ക് ചെയ്യാതെ കാളിദാസ കലാകേന്ദ്രത്തിലായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ ട്രൂപ്പാണത്, കാളിദാസ കലാകേന്ദ്രം. അതുകൊണ്ട് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പം വീണ്ടും അദ്ദേഹം പൊരുത്തപ്പെട്ട്
KPSCയുടെ ഈ ഒരു അവതരണ ഗാനം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വന്നു. ബാക്കി പാട്ടുകളൊക്കെ അർജുനൻ മാഷാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പം അദ്ദേഹം പാട്ട് കമ്പോസ് ചെയ്തു, എന്നെ വിളിച്ചു ഇരുത്തി പാട്ട് പറഞ്ഞു തന്നു. താളം നാദം വെളിച്ചം നിഴൽ നിറമിവയാൽ നൃത്തശില്പം രചിക്കും കാലത്തിൻ കമ്രനാഭി നളിന കലികയിൽ വീണതൂ മഞ്ഞു തുള്ളി. നാളത്തെ പൊന്നുഷസിൻ തിരുനടയിലിതാ കൽപ്പനാ പത്മരാഗ താലത്തിൽ കൊളുത്താൻ കലയുടെ കനക തേരിലെത്തുന്നു ഞങ്ങൾ. ഇതാണ് അന്ന് ദേവരാജ മാഷ് എന്നെ KPSCയിൽ വെച്ച് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പാട്ടൊക്കെ പാടി, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അവിടുന്ന് പോയി, യാത്ര പറഞ്ഞ് പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പം എനിക്കൊരു കത്ത്. പ്രിയമുള്ള സദാശിവന്, ഈ കത്ത് കിട്ടിയാലുടൻ മദ്രാസിലേക്ക് തിരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ. ദേവരാജൻ വെച്ചിട്ടുണ്ട് വുഡ്ലാൻഡ്സ് ഹോട്ടൽ, ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടൽ മദ്രാസ്, അവിടെ എത്താനാണ് എന്നെ അറിയിച്ചത്. ഞാനത് കിട്ടിയ പാടെ പിറ്റേ ദിവസം തന്നെ ഞാൻ മദ്രാസിലേക്ക് ചെന്നു. ഞാനവിടെ ചെന്നപ്പോൾ പാട്ടിൻ്റെ പേപ്പറെടുത്ത് തന്നു. ഞാൻ ദക്ഷിണ കൊടുത്തത് വാങ്ങി, അദ്ദേഹം എന്നെ പാട്ട് പഠിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യം സിനിമയിൽ പാടുന്നത്. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്ത പാട്ട് മുഞ്ചത്തിപ്പെണ്ണെ നെഞ്ചുണ്ട് നല്ല ചുവന്ന താമരച്ചുണ്ട് എന്നുള്ള പാട്ടായിരുന്നു. അത് യൂസഫ് അലി കച്ചേരിയാണ് അതിൻ്റെ സംഗീതം. പക്ഷേ ആദ്യം പുറത്തു വന്നത് ചായം എന്ന ചിത്രത്തിലെ അമ്മേ അമ്മേ എന്ന ഗാനമാണ്. രണ്ടാമതാണ് അത് പാടിയത്. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ അവസരമുണ്ടായതും എന്നെ വിളിച്ചതും. ഞാനല്ലാതെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല സിനിമയിൽ നമ്മളങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ടല്ലേ പുറകെ നടന്ന് പലരുടെയും കാല് പിടിച്ചൊക്കെ അല്ലേ ഓരോരുത്തരും സിനിമയിൽ പാടുകയോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു അവസരം വരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം എന്നിൽ ഉണ്ടാക്കി തന്നു. അങ്ങനെ ദേവരാജൻ മാഷാണ് എന്നെ രംഗത്ത് കൊണ്ടുവന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് പാടിയിട്ടുള്ളതും. അർജുനൻ മാഷയും ദേവരാജൻ മാഷയും പാട്ടുകളാണ് സിനിമയിൽ പാടിയിട്ടുള്ളത്.